നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗീതാഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് ഭഗവാൻ അർജുനന് നൽകുന്ന ഗീത ഉപദേശങ്ങൾ തുടങ്ങി ഒന്ന് രണ്ട് ശ്ലോകങ്ങളായി. കഴിഞ്ഞ ദിവസം അർജുനനോട് ഭഗവാൻ പറഞ്ഞത് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാനുള്ള ഉപദേശമാണ് അർജുനന് ഭഗവാൻ കൊടുത്തത്. അതോടൊപ്പം തന്നെ ആത്മാവിൽ കർത്തൃത്വവും സുഖദുഃഖാദി ഭോക്തൃത്വവും അവിവേകം കാരണമാണ് ഉണ്ടാകുന്നതെന്നും വിവേകജ്ഞാനം ജനിക്കുമ്പോൾ ഇവ രണ്ടും ഇല്ലാതാകുന്നുവെന്നും അർജുനന് ഭഗവാൻ ഉപദേശിച്ചു. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകം 16. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരവി ദൃഷ്ടാന്തസ്തനയോസ്തത്വദർശിദ്ഭിः. ഇതിൻ്റെ അർത്ഥം അസത്തായത്, അതായത് ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവുകയില്ല. സത്തിന് അഥവാ ഉള്ളതിന് ഇല്ല എന്ന അവസ്ഥയും ഇല്ല. ഉള്ളത് ഇല്ലാത്തത് എന്നീ രണ്ടവസ്ഥകളുടെയും രഹസ്യം തത്വജ്ഞാനികൾ അറിഞ്ഞിരിക്കുന്നു. ഉള്ളതിന് ഇല്ല എന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല, ഇല്ലാത്തതിന് ഉണ്ട് എന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല. ഇതിൻ്റെ രഹസ്യം തത്വജ്ഞാനികൾ അറിഞ്ഞിരിക്കുന്നു അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതും സാഖ്യദർശനത്തിലെ കപിലവചനത്തെ ആശ്രയിച്ചാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കാം നമുക്ക്. അതായത് അവസ്തുവിൽ നിന്ന് വസ്തു ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി അവാസ്തവിക കാരണങ്ങളിൽ നിന്നാണെന്ന് കരുതുന്നത് ശരിയല്ല. ഇങ്ങനെ കപിലാചാര്യൻ്റെ സാഖ്യദർശനത്തെ ആധാരമാക്കി ഗീതയുടെ 2-ാം അധ്യായം മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാം. എന്നാൽ ശ്രീമദ് ആചാര്യ ശങ്കരാചാര്യ ഭഗവത്പാദർ സാഖ്യകാരനായ കപിലമുനിയെ വേദവിരുദ്ധനെന്നാണ് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറഞ്ഞതെന്നുകൂടി നാം ഇവിടെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ബ്രഹ്മസൂത്രത്തിൻ്റെ ശങ്കരഭാഷ്യത്തിൽ കപിലമുനിയെ വേദവിരുദ്ധനാണ് എന്നാണ് ശ്രീശങ്കരൻ മുദ്ര കുത്തിയത്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ജീവാത്മാവ് അസംഖ്യമാണെന്ന ചിന്ത. രണ്ടാമത്തേത്, ജഗത്തിൻ്റെ മൂല ഉപാദാന കാരണത്തെ സംബന്ധിച്ച് ഉള്ള വീക്ഷണം. ഈ 2 വീക്ഷണങ്ങളും ഗീതയിൽ പ്രസ്ഫുടമായി കണ്ടെന്നു വരുന്നുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണൻ പരമസിദ്ധനെന്ന് വിശേഷിപ്പിച്ച കപിലമുനിയെ സ്വമത സ്ഥാപനത്തിൻ്റെ ഭാഗമായി ശ്രീ ശങ്കരാചാര്യർ മന്ദമതിയൻ എന്നുപോലും വിശേഷിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല, ശ്രുതി വിരുദ്ധമാണ് സാഖ്യദർശനമെന്നും ശ്രീശങ്കരൻ പറയാൻ മടിച്ചിട്ടില്ല. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ശങ്കരാചാര്യ ഭഗവത്പാദർ കപിലമുനിയെ അങ്ങനെയൊക്കെ വിമർശിക്കുകയും മന്ദബുദ്ധിയെന്നൊക്കെ വിളിക്കുകയും ചെയ്തു. അതൊക്കെ വലിയ കാര്യങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർ ചർച്ച ചെയ്യട്ടെ. നമുക്ക് ഗീതയിലൂടെ തന്നെ കടന്നു പോകാം. ഇപ്പോൾ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാര ബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് ഭഗവാന്റെ ഉപദേശം നമുക്ക് കേൾക്കാം. അതിൽ നിന്ന് നമുക്ക് പഠിക്കാം അർജുനൻ പഠിച്ചതുപോലെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭസുദിനം.